ഹലോ, ഇന്നൊരു ഓഫ് ഡേ ആണ്. മുഖമൊക്കെ ആകെ ഡള്ളായിട്ടിരിക്കുക. ഒരു സെൽഫ് കെയർ ചെയ്താലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ സെറാവിയുടെ ഈ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാട്ടോ മുഖം കഴുകുക. നല്ലതാട്ടോ ഇത്. എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുണ്ട്. നല്ലൊരു എഫക്റ്റ് ആട്ടോ. കാരണം എൻ്റെ സ്കിന്ന് ഈ നീക്കുമ്പോൾ തന്നെ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുക. എന്താണെന്നറിയില്ല, നാട്ടിലൊക്കെ വെച്ച് നന്നായിട്ടുണ്ടായിരുന്നു, ഇവിടെ വെച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് കഴുകുമ്പോൾ നല്ലൊരു റീഫ്രഷ്മെൻറ്റ്. പിന്നെ നെക്സ്റ്റ് റീഫ്രഷ്മെൻറ്റ് നമ്മുടെ കറ്റാർ വാഴ. ഇതൊക്കെ എന്നും കിട്ടണമല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇവിടെ വെച്ചിട്ട് ചട്ടിയിൽ വളർത്തിയ ഇതാണ്. ഞങ്ങൾ ഞാനത് ഇടയ്ക്ക് കട്ട് ചെയ്തെടുത്തിട്ട് മുഖത്തൊക്കെ തേക്കും. ഇത് നല്ലൊരു സാധനം കേട്ടോ. കറ്റാർവാഴ നമ്മൾ മുഖത്ത് തേക്കണത് ഫുള്ളൊരു ഡൾനെസ് മാറാനും പിന്നെ കണ്ണിൻ്റെ ഇടയിലൊക്കെ കറുപ്പുണ്ടാവില്ലേ, അതൊക്കെ കുറേ നല്ലൊരു എഫക്റ്റീവ് സാധനമാണ്. പിന്നെ നമ്മുടെ മുടിക്ക് കെയറിങ്ങിനായിട്ട് ഇത് വെളിച്ചെണ്ണ, ഇത് നാട്ടിൽ നിന്ന് കൊടുത്തയച്ച വെളിച്ചെണ്ണ കേട്ടോ. ഇത് നല്ലതായിട്ട് ഉറഞ്ഞിരിക്കുകയാണ്, ഐസ് പോലെ. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇത് നന്നായിട്ട് ഓവന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കറക്കി എടുത്താൽ മാത്രമേ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറ്റാർവാഴ, മൈലാഞ്ചി, കറിവേപ്പില, അങ്ങനത്തെ എന്തൊക്കെയോ ഐറ്റംസാണ്. പിന്നെ അമ്മയുടെ സ്നേഹം, ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഇതാട്ടോ. എന്തോരം മുടി ഉണ്ടായിരുന്നു ഞാനതാണ് ആ ദീർഘനിശ്വാസം ഇതാക്കി പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയൊക്കെ ഇങ്ങനെ ഓയിലും കാര്യങ്ങളൊക്കെ കൊടുത്താക്കുന്നുണ്ടെങ്കിൽ നമ്മളത് തേക്കണ്ടേ, നമുക്ക് തേക്കാൻ നേരം വേണ്ടേ. നേരം ഉണ്ടെങ്കിൽ തന്നെ മടിയാണ് ഓയിലൊക്കെ തേച്ച് കുളിക്കാനായിട്ട്. അത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഓയിലൊക്കെ തേച്ചിട്ടുള്ളൊരു കുളിയുള്ളൂ. അതൊരു നന്നായിട്ട് ചെയ്യും, അത് മാത്രമേ ഉള്ളൂ. അത് ചെയ്തിട്ട് കാര്യമല്ലോ. നമ്മൾ ചിലപ്പോൾ അത് 2 ആഴ്ച കൂടുമ്പോഴാവും ഓയിൽ തേച്ചുള്ള കുളി കുറേ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നത് ലോറിയലിൻ്റെ ആട്ടോ. ലോറിയൽ എലിവിൻ്റെ കണ്ടീഷണറും ഷാമ്പു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുളിക്കാനായിട്ട് പോവാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ കുളി നിർത്താൻ തോന്നില്ല. കുളിക്കാനായിട്ട് പക്ഷെ നമുക്ക് ഭയങ്കര മടിയാവും, കാരണം തണുപ്പാനം കുളിക്കാൻ മടിയാവുമല്ലോ. പക്ഷെ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ഷവറിൽ കുളിക്കാൻ നല്ല രസമാണ്. കുളിച്ച് കഴിയുമ്പോഴുള്ള ബാത്റൂമിൻ്റെ അവസ്ഥയാണ് ഈ കാണിച്ചു തന്നിരിക്കുന്നത്. ഫുള്ള് പുക മയ്യാവും, കാരണം നമ്മൾ കുറേ ചൂടുവെള്ളത്തിലല്ലേ കുളിക്കുന്നത്. കുളിയൊക്കെ കഴിഞ്ഞു, മുടിയൊക്കെ നമ്മൾ നാട്ടിൽ നിന്നുകൊണ്ടാണ് തോർത്തൊക്കെ വെച്ച് മുടി കെട്ടി വെച്ചാലേ എനിക്ക് കുളിച്ചെന്നുള്ളൊരു എഫക്റ്റ് തോന്നുള്ളൂ. ഒലയുടെ ഒരു മോയ്സ്ചറൈസേഷനാണ് നമ്മൾ കുളി കഴിഞ്ഞിട്ട് തന്നെ ജസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യുന്നത്. ഇത് വലിയൊരു എഫക്റ്റ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഇവിടെ ഭയങ്കര ഡ്രൈ ആവും സ്കിൻ. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു ഇതാണ്. പിന്നെ മിനിമലിസ്റ്റിക്കിൻ്റെ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് അങ്ങനെ എവിടെയും പോകാനൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതങ്ങനെ അപ്ലൈ ചെയ്തു. മുടിയൊക്കെ ഒന്ന് ഈരി സെറ്റാക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ, ടാറ്റാ.